ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തൃശ്ശൂർക്ക് പോണ ഒരു വ്ളോഗാട്ടത്. ഞാൻ സത്യം പറഞ്ഞ ഒരു 2.5 മാസം ഇത്രയും ഗ്യാപ്പിന് ശേഷമാണ് തൃശ്ശൂർക്ക് പോണത്. ഇത്രയും ഗ്യാപ്പ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിൽ ഞാനും മോനും കൂടി KSRTC ബസ്സിലാണ് പോണ വഴിക്ക് ലൂർദ് പള്ളിയിൽ പോയി, ഞങ്ങളുടെ സ്വന്തം പള്ളി പോയി. അവിടുത്തെ ഗ്രോട്ടോയിൽ ഡാഡി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ഒരു കൊന്തയൊക്കെ എത്തിച്ചതിന് ശേഷം കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഈ പ്രാവശ്യം തൃശ്ശൂർ പോക്കെന്ന് വെച്ചാൽ അവൻ്റെ എക്സാമിന് മുമ്പ് മമ്മിയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ. വേറെ ഗ്യാപ്പില്ല ഇനി പിന്നെ 2 ആഴ്ചയുള്ള എക്സാം തുടങ്ങാനായിട്ട്. അപ്പോൾ അതിനുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ പോണം പോക്കം മണിയുടെ അവിടെ പെരുന്നാളായിരുന്നു. അപ്പോൾ നടത്തറ പെരുന്നാളുടെ ലൈറ്റുകളായി കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്ന വഴിക്ക് ഞങ്ങൾ അക്കിയുടെ അവിടെ നിന്ന് രാത്രി ചെന്ന വഴിക്ക് ഡയോൺ വിളിക്കുന്ന ടൈമായിരുന്നു. അവിടെ അയർലൻഡ് സമയം വിളിക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് അമ്മനെ വിളിച്ചിട്ട് ബോർഡ് എക്സാമിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വീട്ടിൽ നല്ല മോട്ടിവേഷൻ തന്നിട്ടുണ്ടല്ലോ എന്റെ പൊന്നോ. എന്റെ പൊന്നെ 24 മണിക്കൂർ പഠിക്കാൻ തോന്നുന്നു. 24 മണിക്കൂർ പഠിക്കാൻ തോന്നുന്നു. എന്തോ ദേഷ്യം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഡയോൺ ഏഞ്ചലും ബെന്നോട്ടനോടൊക്കെ സംസാരിച്ചതിന് ശേഷം അക്കി എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂർക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീൻ വറുത്തത്, മോരുകറി, അക്കിയുടെ വക സ്പെഷ്യൽ അച്ചാർ, അതിന് ശേഷം ഐസ്ക്രീം. തലേ ആഴ്ച അക്കിയുടെ അവിടുത്തെ പെരുന്നാളായിരുന്നു. അപ്പോൾ അക്കിയുടെ പെരുന്നാളുടെ ഐസ്ക്രീമൊക്കെ ഞങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വരാൻ പറ്റിയില്ല. അന്ന് പിന്നെ സൺഡേ കാറ്റീസ് എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഫീലാണ്. കാരണം ഞാൻ എന്ന് തൃശ്ശൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. മമ്മി എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാലും ഇഡ്ഡലി ഉണ്ടാക്കി വയ്ക്കും എനിക്ക് വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് ഓർമ്മ വരും. അത് ഓർമ്മ വന്നു. ഇഡ്ഡലി കാണുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ പോണ വഴിക്ക് നമ്മുടെ ചാക്കോച്ചൻ ടോണി പാപ്പൻ. അപ്പോൾ എനിക്ക് അവിടെ വണ്ടി വെച്ചിട്ട് വേണം പോകണമായിരുന്നു. ഞാൻ തൃശ്ശൂർ പ്രാസ്യമയുടെ അവിടെ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഇതാണ് സിസ്റ്റർ ലിസ്റ്റോ. ഞങ്ങളുടെ സേക്രഡ് ആർട്സിൽ തന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ പ്രാസ്യമയുടെ അവിടുത്തെ മദറാണ്. അപ്പോൾ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം വരണം, നീ മോനെയും കൊണ്ടുവന്നോളൂ, ഇവിടെ പ്രാർത്ഥിക്കാൻ വരണം, ഇപ്പോൾ കുർബാന കൂടണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സിസ്റ്റർ കണ്ട് കുറേ വിശേഷമൊക്കെ പറഞ്ഞ് പ്രാസ്യമയുടെ അവിടെ ഞങ്ങൾ 10th പഠിക്കുമ്പോൾ സ്ഥിരം സേക്രഡ് ആർട്സിൽ നിന്ന് പിള്ളേരെയും കൊണ്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോണ സ്ഥലം. അപ്പോൾ ഞാൻ 10th എനിക്ക് ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി സിസ്റ്ററായിട്ട് കുറേ നേരം സംസാരിച്ചതിന് ശേഷം കുർബാനയൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ ഫുൾ എന്താ പറയുക, പെരുന്നാൾ വൈബ്സ് ആയിരുന്നു. മണിയുടെ അവിടെ പെരുന്നാൾ. അപ്പോൾ രാവിലെ തന്നെ അക്കി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ എത്തുമ്പോൾ ഉച്ച കഴിഞ്ഞു, ലേറ്റായി. ചെല്ലുമ്പോൾ എന്താ പിള്ളേർ ഒരു സെക്കൻഡ് വെറുതെ പ്ലീസ്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഓച്ചുവിൻ്റെ വക വിഭവങ്ങളായിരുന്നു. ആസ് യൂഷ്വൽ നാടൻ വിഭവങ്ങൾ. അവളതിൽ എക്സ്പേർട്ടാണ്. ബീഫ് മറ്റേ നാളികേരട്ട് ഫ്രൈ ചെയ്തതും, പിന്നെ മണിയുടെ വക സ്പെഷ്യൽ ബീഫ് കട്ട്ലേറ്റ് സൂപ്പറായിരുന്നു ഫുഡ്. പിന്നെ ചക്കുപ്പേരി, ദിവാൻ്റെ അമ്മ കോട്ടയത്ത് നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉച്ചയ്ക്ക് രാത്രി കാറ്ററിങ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുള്ള് ഇവിടെ വെച്ചതാണ്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല നാടൻ വിഭവങ്ങൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മുടെ തൊമ്മു പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. തൊമ്മു ഫുൾ ഡേ എൻ്റെ കൂടെയായിരുന്നു. എന്താണെന്നറിയില്ല, കുട്ടിക്ക് എന്നോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമായിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരിഷ്ടം. ഇനി കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അന്നത്തെ ദിവസം റോസമ്മായി മതിയായിരുന്നു അവന്. എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം. പിന്നെ ചാക്കോച്ചൻ ഉറങ്ങായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. ചാക്കോച്ചൻ എണീറ്റിട്ട് അവൻ ഫുഡ് ഒരു ഉണ്ണിയപ്പം അങ്ങനെ തന്നെ വായിലിട്ട്. പക്ഷെ അവനങ്ങനെ കഴിക്കുമെന്ന് പറയണേ. നമുക്ക് കാണുമ്പോൾ പേടിയോ, ഇത് ഇറങ്ങോ ഇതാവോന്ന് പേടിച്ചിട്ട്. കണ്ട തൊമ്മൂനൊന്ന് ഞാൻ തന്നെ എടുക്കണം, ഞാൻ തന്നെ ഉറക്കണം. അപ്പോൾ ഡോൺ പറഞ്ഞു ഇത് ശീലിപ്പിക്കണ്ട, കാരണം അവർക്ക് പണിയാവുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം പുഷ്പ 2 ഒക്കെ കണ്ട് ഞങ്ങളിരുന്നു.
അപ്പോഴേക്കും സിപ്പപ്പ് കഴിക്കുമ്പോൾ ചാക്കോച്ചൻ, ഞാൻ പറഞ്ഞില്ലേ ചാക്കോച്ചൻ ഇങ്ങനെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട്. പോവാൻ പറ. പിന്നെ എന്റെ അടുത്താ പറഞ്ഞെ. ചാക്കോച്ചി പോറായിട്ടില്ല. പിന്നെ ഈവനിങ്ങിൽ മടിയുടെ വക എല്ലാവർക്കും സ്പെഷ്യൽ കോഫി. അവിടെ ചെന്ന് എപ്പോഴും കോഫി ആട്ടോ എനിക്ക് ഇഷ്ടം. ഞങ്ങളുടെ ലാഫിംഗ് ബുദ്ധിയാണ്. ഞങ്ങൾ കുപ്പിയുടെ നല്ല കൊടുക്കാം. ഞങ്ങൾ കപ്പിന് തെറ്റാ മാമ പിടിക്കട്ടോ മാമ. അക്കിന്റെ പൊന്നാരാ ചൂടാർട്ടേട്ടാ പൊന്നു. അക്കിന്റെ പൊന്നാരാ അക്കിന്റെ പൊന്നാരാ. ഇപ്പൊ അക്കിയുടെ പൊന്നൊന്നല്ല, ഞങ്ങക്ക് ആദ്യം ചായ വേണം. അത് എടുക്കണ്ട, അവിടെ ഇരുന്നോട്ടെ ചാക്കോച്ച. ഡിവൈൻ അന്ന് വയ്യായിരുന്നു. അപ്പോൾ ഡിവൈൻ ഉച്ചയ്ക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ പിള്ളേർ കൂടിയായിരുന്നു. അപ്പോൾ അവർ മേലെ അവരുടെ ടോയ്സ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയത്. അവരുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അമ്മായി റോസ് പല്ല് നോക്കട്ടെ. ഹൈഫൈ തന്നെ, ഹൈഫൈ. തൊമ്മു കുറേ വർത്താനം പറയണ്ട. ഇത് അമ്പ അവിടെ രാവിലെ കൊണ്ടുവച്ചതാ. പാച്ചു ആ സമയത്ത് കിടന്ന് ഉറങ്ങണ സമയത്ത് ഞങ്ങൾ മേലെ പോയത്. പാച്ചു ഈ പ്രാവശ്യം അവിടെ നിന്ന് വന്നതിന് ശേഷം, ആൻസൻ്റെ അവിടെ നിന്ന് വന്നതിന് ശേഷം എല്ലാവരായിട്ടും ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ അടുത്ത് ചിരിച്ചു വന്നു കേട്ടോ. ആദ്യത്തിൽ അവൻ അമ്മയുടെ കൂടെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ഇത് അമ്പ് വന്നിട്ടുള്ളതാണ് എടുക്കാനായിട്ട്. അത് ഈവനിങ്ങിൽ വന്നു. ഞങ്ങൾ സാധാരണ രാത്രി വരാത് ഈവനിങ്ങിൽ വന്നു. നല്ല ബാൻഡ് സെറ്റൊക്കെ ആയിട്ട്. മറ്റേത് ശരിക്കും ഒന്നും കിട്ടണ്ടല്ല. വാണിങ്ങോ നടക്കുന്നു നോക്കുന്നത്. അവൻ ചോദിച്ചിട്ടില്ലേ റോസമ്മ എന്താ മണിന്ന് വിളിക്കണേ? ഓച്ചുവിന്റെ പേരല്ലേ മണിന്ന്. അതായത് ഞാൻ ഇവിടെ മണിന്ന് വിളിക്കുക. ഇത് ഞങ്ങളുടെ മണി. അമ്മാമ്മയുടെ മണി ഞാനാ. അമ്മാമ്മയുടെ പണിയാ. അപ്പൊ അമ്മേനെ അമ്മാമ്മയാക്കിയേ? അല്ല, ആണ്ടുമാമ എന്റെ മണിന്ന് വിളിച്ചിട്ട് ഇവരെന്നെ മണിന്ന് ആക്കിയത്. പിന്നെ പിള്ളേരുടെ കളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. 3 പേരും ഒരേ പ്രായം പോലെയല്ലേ. ചാക്കോച്ചൻ മാത്രം കുറച്ച് ചെറുത്, പാച്ചും തുമ്മും. പക്ഷെ നല്ല രസമുണ്ട് കാണാനും കേൾക്കാനൊക്കെ ആയിട്ട്. കുഞ്ഞു കുറുമ്പുകളൊക്കെ ആയിട്ടേ നല്ല രസം. പിന്നെ പാച്ചു ഞാൻ പറഞ്ഞല്ലേ ഓച്ചുവിൻ്റെ കൂടെ തന്നെയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് നമ്മുടെ അടുത്തേക്ക് വന്നത്. പിന്നെ ഫുള്ള് ഇതേ ഡാൻസ്.
പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ലാത്തിരി പൂത്തിരി പടക്കം തുടങ്ങിയ സാമഗ്രികൾ കത്തിക്കലായിരുന്നു. ടോണി പാപ്പിന് ഇതൊരു ക്രേസാട്ടാ. ഇപ്പം എന്താ പറയുക, ഈ പാട്ട് മറ്റേ പാട്ട് ഓർമ്മ തന്നെ, ലാത്തിരി പൂത്തിരി പുഞ്ചരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ആ പാട്ട് ഓർമ്മ വരുന്നത്. അതെ, പാച്ചു കണ്ട പേടിച്ചിട്ടിരിക്കണേ. തൊമ്മൂന് വലിയ പേടി ഉണ്ടായിരുന്നില്ല, ചാക്കോച്ചിന് പിന്നെ അറിയാറായിട്ടില്ലല്ലോ. പാച്ചുവിന് ആദ്യത്തിൽ നല്ല ധൈര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ അവന് പേടി. അറിയില്ല, പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങളാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് 8 ഒന്നിച്ച് പിടിച്ച് കത്തിക്കണതാണ്. ഇതിന് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയില്ല. കോപ്പിറൈറ്റിൻ്റെ കാര്യം എന്തോ ഡിവൈൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതേ കണ്ട, തലച്ചക്രം എന്നല്ല ഇതിനെ പറയാ. ഇത് എങ്ങോട്ടാണ് പോകാമെന്ന് നമുക്ക് തന്നെ അറിയില്ല, പേടിയാവും എങ്ങോട്ട് തെറിച്ച് പോകാമെന്നുള്ളത്. ഞാനിവനോട് പറയുന്നുണ്ട്, എൻ്റെ മോനാണെങ്കിൽ ക്രേസായിട്ട് ഇങ്ങനെ കണ്ടിത് കത്തനാണ്. നല്ല രസമല്ലേ, ഒരു വെറൈറ്റി മൂളിയല്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അവനോട് ഞാൻ പറയണ്ട, നീ മാറി നിൽക്ക്, ഇത് എവിടേക്കാണ് വരാമെന്നറിയില്ല. അവനാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയിട്ട് നിന്ന് കത്തിക്കാൻ കുറേ ക്രേസായിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ടൊന്നും കൂട്ടാക്കുണ്ടായിരുന്നില്ല. ഉണ്ടാക്കി ഞാൻ കുറേ നാൾക്ക് ശേഷം മൂളിയൊക്കെ കത്തിച്ചു. പണ്ട് ഞാൻ സ്ഥിരം മൂളിയൊക്കെ പടക്കം വെച്ച് ബാക്കിയെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഇത് അമ്മിട്ട് ഇതിൻ്റെ ഒന്നും സൗണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല, കാരണം ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. 3 ഒരുമിച്ച് കത്തുമ്പോൾ നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട്. പിന്നെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ, ഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ട്. നമ്മുടെ ചാക്കോച്ചൻ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ വർത്താനമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. കുറേ സംസാരിക്കുന്നുണ്ട്. പാച്ചും തുമ്മും കൂടിയായ കുറേ വർത്താനം പറയും. ചാക്കോച്ച അവൻ്റേതായ രീതിയിൽ ഇത് പിണ്ടി കുത്തി, ഇത് ആദ്യമായിട്ട് ഇവിടെ പിണ്ടി കുത്തണേന്ന് പറഞ്ഞു. നല്ല വെറൈറ്റി കളർഫുൾ പിണ്ടിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ രാത്രിക്ക് സൽക്കാരേന്നായിരുന്നു ഫുഡ്. നമ്മുടെ അക്കിയുടെ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ നിന്ന് വാങ്ങിക്കാം. അവരുടെ നല്ല ഫുഡാട്ടോ, ചിക്കനും പോർക്കും മീനും ഇതൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ ഡിവൈൻ്റെ അമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു ചാക്കോച്ചൻ. പിന്നെ ഞങ്ങൾ ആദ്യം വന്ന ഗസ്റ്റുകൾ കുറച്ച് പേരുണ്ടായിരുന്നു, അവരാദ്യം കഴിച്ചിട്ട് പോയി. അതിന് ശേഷം ഞങ്ങളിരുന്നു, ഡിവൈൻ്റെ അമ്മയും ബാക്കി. പിന്നെ മണിയും അവരൊക്കെ ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അക്കീരോടെയും കഴിഞ്ഞ തലയാഴ്ച അക്കീരോടെയും പെരുന്നാളായിരുന്നു. അപ്പോൾ ഇതന്നെയായിരുന്നു ഫുഡ് എന്ന് പറയുന്നുണ്ട്. അവരുടെ ചില ഫുഡുകൾ എന്താ പറയുക, ഇത് നന്നായെങ്കിൽ അടുത്ത പരിപാടി മോശമാവും, അങ്ങനെയല്ല. ഇവരുടെ എല്ലാ പരിപാടിയും ഒരുവിധം നല്ലതാവാറുണ്ട്. നമ്മൾ തന്നെ അക്കീര എത്ര പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ, എല്ലാ പ്രാവശ്യവും ഒരെണ്ണം പോലും പൊട്ടയിട്ടില്ല. നല്ല ഫുഡാണ്. ചാക്കോച്ചൻ എൻ്റെ കൂടെ ലാസ്റ്റ് വന്നേട്ടാ. അവൻ ഈ പ്രാവശ്യം എൻ്റെ കൂടെ അധികം വരുന്നുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം തുമ്മു മാത്രമായിരുന്നു എൻ്റെ കൂടെ. പാച്ചു അതെ ലാസ്റ്റ് വന്നുള്ളൂ. ഇവർ ലാസ്റ്റ് വിസ്തരിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. രാത്രി ആയപ്പോഴേക്കും ഡിവൈന് ഒന്നും ഓക്കെ. ഉച്ചയ്ക്ക് കുറേ നേരം ഉറങ്ങാൻ പറ്റിയല്ലോ, അപ്പോൾ ഓക്കെ അവള്. അതിന് ശേഷം ഞങ്ങൾ പിള്ളേരായിട്ട് കാറം ഇരുന്നിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഹായ് പറഞ്ഞു, ഹായ് ഫൈ പറഞ്ഞു. തോമോ ഒരു ഹായ് 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 പറ. തൊമ്മും മാതാവേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിണ്ടാവില്ലേ. അത് തലേ ദിവസം അവൻ രാത്രി സ്വപ്നം കണ്ടു. സ്വപ്നമല്ല, അവൻ പറയണ അവൻ്റെ അടുത്തേക്ക് മാതാവ് വന്നു എന്നാണ് പറയണേ. അപ്പോൾ ചെന്നപ്പോൾ എൻ്റെ പണി പറഞ്ഞു ഇവൻ തള്ളലിൽ ഉസ്താദാന്ന്. അപ്പോൾ മാതാവ് അവന് ഉമ്മ കൊടുത്തു എന്നാണ് പറയണേ. ഡോണ ഡിവൈൻ അങ്ങോട്ട് ഉമ്മ കൊടുത്തേ, പക്ഷേ ഇവൻ പറയണേ മാതാവ് അവന് ഉമ്മ തന്നു എന്നാ. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം കുട്ടി മാതാവിൻ്റെ വിശേഷം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് രാത്രിയായപ്പോൾ പെരുന്നാൾ ലൈറ്റ് കാണാൻ പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി കുറച്ച് നേരം ലേറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം നല്ല തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുക. അപ്പോൾ ഡാഡി കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ തുമ്മും പാച്ചും കിടന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യില്ല, എണീപ്പിക്കാൻ നോക്കിയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ചിരിച്ചേ, അല്ലെങ്കിൽ റോസ്മയ്ക്ക് വിഷമം കേട്ടോ. ചിരിച്ചേ ചുണ്ടറില്ല കണ്ടാ, ഗുഡ് ബോയ്. ടോമ ചിരിച്ചേരി, പാച്ചു ചിരിക്കുന്നുണ്ടാ. ടോമ ചിരിച്ചേ, ചിരിച്ചേ
ഗുഡ് ബോയ് ട്ടാ പാച്ചു, ഗുഡ് ബോയ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ലൈറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട്. ഡിവൈൻ്റെ അമ്മ കണ്ടിട്ടില്ല ഇവിടുത്തെ പെരുന്നാളെന്നൊക്കെ പറഞ്ഞ് 2 കാറിലായിട്ടാണ് പോയി. അപ്പോൾ തുമ്മ എൻ്റെ കൂടെ വന്നേട്ടാ. തുമ്മനെ ഈ പ്രാവശ്യം കുളിപ്പിച്ചത് ഞാനാ. അതിനുള്ള ഭാഗ്യം കൂടി എനിക്ക് കിട്ടി. കുറേ നാളെ കുട്ടികളെ കുളിപ്പിച്ചിട്ട്. പക്ഷെ ഞാൻ കുളിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പോവാം. പക്ഷേ പള്ളിയിൽ ഇറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ തിരക്ക് കാരണം ഞങ്ങൾ പുറമേന്ന് ലൈറ്റൊക്കെ കണ്ട് മറ്റേ എല്ലാ വഴിയിൽ കൂടെയും ലൈറ്റൊക്കെ കണ്ട് നടന്നു. അല്ല, വണ്ടിയിൽ പോയെന്നല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല, അത്ര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ ഈ കാണുന്നതാണ് നടത്തറ പള്ളി. കണ്ട, പള്ളിയുടെ മുമ്പിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ വീണ്ടും ഞങ്ങൾ മണിയുടെ അവിടെ എത്തിയിട്ട്, കാരണം തുമ്മു 2 വണ്ടിയിലാണ് പോയെന്ന് പറഞ്ഞില്ലേ, തുമ്മു എൻ്റെ കൂടെ കയറില്ലെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയിലായിരുന്നു. അപ്പോൾ തുമ്മുനെ ഞങ്ങൾ ഇറക്കി യാത്ര പറഞ്ഞു പോയി. അപ്പോൾ പണി പറഞ്ഞു പിറ്റേ ദിവസം ടോണി പേപ്പറും കുറേ നിർബന്ധിച്ചു, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് പോയാൽ മതി, 2 ദിവസം പെരുന്നാൾ കൂട്ടിയിട്ട് പോയാൽ മതിയെന്ന്. പക്ഷേ ഇല്ല, പിറ്റേ ദിവസം എനിക്ക് ഡാഡിയുടെ അടുത്ത് ഫ്ലാറ്റിൽ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അക്കിയുടെ പോയിട്ട്, അന്ന് അക്കിക്ക് ഏഞ്ചലിൻ്റെ വീട്ടിലെ പെരുന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് അവരവിടെ ഇറക്കിയിട്ട്, അപ്പോൾ കണ്ട അക്കി ഭയങ്കര സുന്ദരിയായിട്ട് നടന്നു വരണേണ്ട. മേക്കപ്പൊക്കെ ഇട്ട്, മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ അക്കി സുന്ദരിയാണ്, മേക്കപ്പ് ഇട്ടാൽ ഒന്നും കൂടി സുന്ദരിയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മാറി അക്കീനെ അവിടെ ഇറക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലാറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണതാണ് കാണുന്നത്. അക്കീടെ അവിടെ പൂന്തോട്ടം ഓരോ ദിവസം ചെല്ലുന്നതോറും കൂടിക്കൊണ്ടിരിക്കുക, പൂവുകളും ചെടികളും. പോണ വഴിക്ക് ഞങ്ങൾ മമ്മിയുടെ അവിടെ കയറി. മമ്മിയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, മമ്മിയുടെ അവിടെ പ്രാർത്ഥിക്കാനാണ് ഈ വരവ് മെയിനായിട്ട് വന്നത്. മമ്മിയുടെ ആദ്യത്തെ പേരക്കുട്ടി 11. അപ്പോൾ അവൻ 10ാം ക്ലാസ്. മമ്മി ഇല്ലെങ്കിൽ, ഇവിടെ കൂടിയില്ലെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പോൾ മമ്മിയോട് എക്സാമിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി പോയതാണ്. മുല്ലപ്പൂ മേടിച്ചത്, ആ 2 പൂവ് അക്കയുടെ അവിടെ ഉണ്ടായ പൂവ് പൊട്ടിച്ച് വെച്ചതാട്ടാ. പോണ വഴിക്ക് ഞങ്ങൾ സെയിൻറ്റ് ആൻസ് പള്ളിയിലും കൂടിയും കയറി. അവിടെ ഇപ്പോൾ ഡാഡിയുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള പള്ളിയാണ്. അപ്പോൾ അവിടെ അന്ന പുണ്യാളത്തിയാണ്, നമ്മുടെ അന്നയുടെ പേരുള്ള പുണ്യാളത്തി മാതാവിൻ്റെ അമ്മ. അപ്പോൾ അവിടെ പെരുന്നാളായിരുന്നു. അപ്പോൾ അവിടെയും കയറി പ്രാർത്ഥിച്ചു. ഇത് അമ്പെടുക്കലാണ്, സെബാസ്റ്റ്യാനസ് പുണ്യാളുടെ അമ്പെടുക്കലായിരുന്നു. അപ്പോൾ ഇവനെ കൊണ്ട് അമ്പെടുപ്പിച്ചു. ഡാഡി കുട പിടിച്ചപ്പോൾ അവനത് ഭയങ്കര, ഡാഡി അല്ലല്ലോ കുട പിടിക്കേണ്ടത്, ഞാനല്ല കുട പിടിക്കേണ്ടത്, ഞാനല്ല ചെറുതെന്ന് അവന് മനസ്സിലാവണില്ല. അമ്പ് പിടിക്കുന്ന ആളെ അല്ല കുട പിടിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പിന്നെ ഫ്ലാറ്റിൽ പോയി കുറച്ച് നേരം. അവിടെ ഹാർമോണിയം ഉണ്ട്. ഹാർമോണിയം ഉണ്ടെങ്കിൽ എൻ്റെ മോനും ആൻഡ്രൂ ആണെങ്കിലും ഗബ്രു ആണെങ്കിലും അതിൽ വായിക്കല അവരുടെ. ഡാഡി പണ്ട് ഹാർമോണിയം നന്നായി വായിച്ചിരുന്നു. അപ്പോൾ കുറേ നാൾ പ്രാക്ടീസ് ഒന്നുമില്ല, എന്നാലും ഇത് നന്നായി സെബാസ്റ്റ്യാനസ് പുണ്യാളുടെ പാട്ട് തന്നെ വായിച്ചു. സന്തോഷമായി. പിന്നെ അതേ അവന് എക്സാമാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവനോട് അഡ്വൈസ് കൊടുക്കലും അനുഗ്രഹം കൊടുക്കലൊക്കെയാണ്, പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ, ചെറിയ വീഡിയോ ആണ്. എന്നിട്ട് ഞങ്ങൾ ഡാഡി KSRTCയിൽ കൊണ്ടാക്കി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.